ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ലഞ്ചിന് ഒരു കപ്സ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടല്ല, ചിക്കനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ കപ്സൊക്കെ എടുത്തു. ഫസ്റ്റ് തന്നെ കപ്സ് മസാല ഉണ്ടാക്കാം. കുറച്ച് കുരുമുളക്, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഡ്രൈ ലെമൺ, ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ലെമൺ പൊടിക്കണ്ട, ബാക്കിയെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലോണം പൊടിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, അതും കുറച്ച് ആഡ് ചെയ്യേണ്ടത്. മല്ലിയാണ് വേണ്ടത്, അതിന് പകരം മല്ലിപ്പൊടി ഇട്ടാലും മതി. അതാണ് ഇത്തിരി കൂടി നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും. കുക്കർ വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ കപ്സ മസാല ഇല്ലേ, അതിട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് മിക്സ് ആക്കണം. അടി പിടിക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. കുരുമുളക്, ചെറിയ ജീരകം, പട്ട, ഒരു 2-3 ഗ്രാമ്പൂ, ഏലക്ക ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കണ്ട്. പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി മൊത്തം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയേ ഉള്ളൂ കേട്ടോ. ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, പിന്നെ മോനും. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. ഒണിയൻ ഇട്ട് കൊടുത്തു. ഒണിയൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒണിയൻ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ആ ഒണിയൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. ആ ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണോളം ഉണ്ട്, അത് ആഡ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോട്ടെ. നല്ലോണം ഇളക്കണം കേട്ടോ. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം പൊടികൾ പെട്ടെന്ന് കരിയാനുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക. പിന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമ്മൾ ഓൾറെഡി പൊടിച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരുപാട് എരിവും വേണ്ട. പിന്നെ നമ്മൾ ഡ്രൈ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോ ഇടാം, ക്യാരറ്റ് ഇടാം, ഓക്കെ, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. ഞാൻ ക്യാരറ്റ് ഇടുന്നില്ല, ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല, കാരണം ക്യാരറ്റ് ഇട്ടില്ല. പൊട്ടറ്റോ ഇട്ട് നല്ലോണം അതൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി 2 വലിയ തക്കാളി, അതിനൊന്ന് ജ്യൂസാക്കി എടുക്കാം. അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയുടെ പൾപ്പിൽ കിടന്ന് വേണം ചിക്കൻ കുക്കാവാൻ. അപ്പോഴാണ് ഒരു കപ്സയുടെ ഒരു ടേസ്റ്റ് വരിക. നല്ലോണം മിക്സ് ആക്കുക. വേണമെങ്കിൽ അല്പം വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇടാം കേട്ടോ. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തിട്ടാണ് മാഗ്നേറ്റ് ചെയ്യുന്നത്, കപ്സ് ഉണ്ടാക്കുന്നത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ആ ഒരു തള വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ ക്യൂബ്, ഇതിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. പിന്നെ സോസ് ഒഴിക്കുക കേട്ടോ. കെച്ചപ്പില്ലേ, ഏത് നമ്മൾ ടൊമാറ്റോ ഇട്ടില്ലേ, അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് സോസ് ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ സോസ് ഇടുന്നില്ല. ചിക്കൻ ക്യൂബ് ഒരെണ്ണം ഇട്ട് കൊടുത്തു, മറ്റേതും ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ റൈസിൻ്റെ ഒപ്പം ഇടാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്. പിന്നെ എല്ലാം കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാൻ വിട്ടുപോയി, ഇതൊരു കുക്കർ കപ്സയാണ്. ചിക്കൻ ഒന്ന് ഇതൊക്കെ ആയി വരും കേട്ടോ. ഇപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാണ്ട് ഇടുകയാണെങ്കിൽ ഒരു പിങ്ക് കളറായി വരില്ലേ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മാഗ്നേറ്റ് ചെയ്തുകൊണ്ട് അത് മനസ്സിലാവുന്നില്ല. വീഡിയോയിൽ
ചെറിയ തളയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സവോള വാട്ടാനിട്ടില്ലേ, ആ ടൈമിൽ തന്നെ റൈസിനെ സോക്ക് ചെയ്യാനിടണം. പിന്നെ മല്ലിയില ഇട്ടു, നല്ലോണം മിക്സ് ചെയ്യുക. മല്ലിയില പുതിന വേണ്ട, മല്ലിയിലയുടെ ഫ്ലേവർ ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറായിരിക്കും. ഇനി നമുക്ക് റൈസ് ഇടാം കേട്ടോ. ശരിക്കും വേണ്ടത് സെല്ല ബസ്മതി റൈസ് ഇല്ലേ, നമ്മുടെ നീളം കൂടിയ അരി, അതാണ് വേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചെറിയ അരി ബസ്മതി റൈസ് അല്ല, ജീരകശാല, അതാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇതൊരു ട്രൈ ആണ്, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ആക്കുക. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം, കുക്കറിലായതുകൊണ്ട് അത്ര ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. പിന്നെ ഓൾറെഡി ചിക്കൻ ആ മറ്റേ നമ്മൾ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചില്ലേ, അതിൻ്റെ കൂടുതൽ കുറച്ച് വാട്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഗ്ലാസ് ഫുൾ വേണ്ടി വന്നില്ല. അരിയുടെ തൊട്ട് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞു പോകുമെന്ന് പറയില്ലേ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സ്പൂൺ നെയ്യും ആഡ് ചെയ്യണം കേട്ടോ, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസും പിന്നെ മറ്റേ ടൊമാറ്റോയുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മതിയാകും. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ നമ്മൾ എരിവ് ഉപ്പൊക്കെ നോക്കുക, വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി കുക്കർ അടച്ചു. ഇനി വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ വിസിൽ മതി, കാരണം നമ്മൾ റൈസ് സോക്ക് ചെയ്ത് വെച്ചതല്ലേ, 15 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കുമ്പോൾ റൈസൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. റൈസ് കുക്കായിട്ടുണ്ട്, ചിക്കനും കുക്കായിട്ടുണ്ട്. ഇത് ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ. കുക്കറിലെല്ലാം കൂടി ഇടുക, ഒരു വിസിൽ വെച്ചാൽ നമ്മുടെ ഐറ്റം റെഡിയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് ഗസ്റ്റൊന്നും ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതാവും. ഇപ്പം നമ്മൾ വീട്ടിലുള്ളവർ മാത്രമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും.